ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സ്കൂളൊക്കെ തുറന്നു, നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി അല്ലേ? നിങ്ങളുടെ മക്കളൊക്കെ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? നടന്നാണോ, സൈക്കിളിലാണോ? നടന്നു പോകുന്ന കുട്ടികളും ഉണ്ടാകാം, സൈക്കിളിൽ പോകുന്ന കുട്ടികളുണ്ടാകാം. അപ്പോൾ ഈ നടന്നും സൈക്കിളിലും ഒക്കെ ആയിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളോട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആണ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത്, നടന്നു പോകുന്ന കുട്ടികളാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അവരുടെ ഫ്രണ്ട്സും ഒത്തുമായിരിക്കും പോകുന്നത്. ഇങ്ങനെ ഫ്രണ്ട്സ് ഒത്തു പോകുന്ന സമയത്ത് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേരൊക്കെ കൂടി റോഡിൽ നിരന്നങ്ങ് നടന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് റോഡിൻ്റെ 75% സ്പേസ് ഇവരാണ് ഒക്കുപ്പൈ ചെയ്യുന്നത്. ബാക്കി 25% സ്പേസ് മാത്രമേ വാഹനങ്ങൾക്ക് പോകാൻ കിട്ടുന്നുള്ളൂ. അങ്ങനെ വരുന്ന ഒരു സമയത്ത് ഒരു ബസ് പോകണമെങ്കിലും ഒരു 2 വീലർ പോകണമെങ്കിലും ഉള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ സെയിം സ്പേസാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ വീട്ടിലുള്ള അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ ഈ കുട്ടികൾ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇങ്ങനെ റോഡിൽ നിരന്ന് സംസാരിച്ച് പോകരുത്. നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ പറയാൻ സ്കൂളിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇഷ്ടംപോലെ വിശേഷങ്ങൾ പറയാനുള്ള സമയം ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾ വിശേഷങ്ങളൊക്കെ പറയുക. റോഡിൽ വളരെ ശ്രദ്ധിച്ച്, പ്രത്യേകിച്ച് ഇവർ സ്കൂളിലോട്ട് ഇറങ്ങുന്ന ടൈം എന്ന് പറയുന്നത് ഓഫീസ് ടൈമും കൂടെയാണ്. അപ്പോൾ റോഡ് ഭയങ്കര റഷാണ്, ഒത്തിരി വാഹനങ്ങളാണ് റോഡിലൂടെ പോകുന്നത്. എല്ലാവരും ധൃതി വെച്ചാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഹൈ സ്പീഡിലൊക്കെ ആയിരിക്കും വണ്ടി ഓടിച്ച് പോകുന്നത്. ആ സമയത്ത് ഉണ്ടാകാവുന്ന അപകടങ്ങളെന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് കുഞ്ഞുമക്കൾ റോഡിൽ നടന്നു പോകരുത്. അവർ വരിയായി പോവുക, നിരന്നു പോകാതെ വരിയായി പോകാൻ ശ്രദ്ധിക്കുക. പേരൻസ് ഈ കാര്യം മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതേ കൂട്ട് തന്നെയാണ് സൈക്കിളിൽ പോകുന്ന മക്കളും. അവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈക്കിളൊക്കെ ഒന്നിച്ച് ചവിട്ടി പോകുന്ന സമയത്ത് അവർ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരുപോലെ പോകാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഇവർ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്ന ആ ഒരു ത്രില്ലിൽ അങ്ങോട്ട് വരുമ്പോഴേക്കും, വിശേഷങ്ങളൊക്കെ കേൾക്കുന്ന ആ ഒരു ഇതിലേക്ക് വരുമ്പോഴേക്കും ഇവരറിയാണ്ട് ഇവരുടെ ഹാൻഡിൽ വലത്തോട്ട് തിരിഞ്ഞു പോകും. ഇന്നലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ 2 വീലറിലാണ് സ്കൂളിൽ കൊണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നേരിൽ കണ്ട ഒരു കാഴ്ചയാണ്. 2 പിള്ളേർ സൈക്കിൾ ഓടിച്ച് പോവുകയാണ്. പുറകിൽ ഒരു ആക്റ്റീവ എൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ആക്റ്റീവ പൊയ്ക്കൊണ്ടിരിക്കുക. ഈ സൈക്കിൾ പെട്ടെന്ന് വലത്തോട്ട്, ആ കുട്ടി പോലും അറിഞ്ഞില്ല അതിൻ്റെ ഹാൻഡിൽ വലത്തോട്ട് തിരിഞ്ഞു പോവുകയും ഈ ആക്റ്റീവ വന്ന് അതിൽ തട്ടുകയും ആ കുട്ടി വീഴുകയും ചെയ്തു. അപ്പോൾ ഈ സംസാരിച്ചു കൊണ്ട് പോയപ്പോൾ അതിലോട്ട് ശ്രദ്ധ തിരിഞ്ഞു പോയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് ദയവ് ചെയ്ത് മക്കൾ റോഡിലൂടെ പോകുമ്പോൾ വളരെ സൂക്ഷിച്ച് പോവുക. നമ്മൾ പേരൻസ് ഇത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ ഉൾപ്പെടുന്ന ഓരോ പേരൻസിൻ്റെയും ആഗ്രഹം രാവിലെ നമ്മൾ മക്കൾ സ്കൂളിലേക്ക് എങ്ങനെ പോകുന്നോ അതേപോലെ തന്നെ ഒരു പോറൽ പോലും ഏൽക്കാതെ അവർ തിരിച്ച് വീട്ടിലേക്ക് വരിക എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടുന്ന എല്ലാ പേരൻസിൻ്റെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. റോഡിലൂടെ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ പോവുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ കമൻസിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.